ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇത് പ്രിസർവേറ്റീവായിട്ട് നമ്മൾ വിനാഗിരിയും തിളച്ച വെള്ളവും ഉപ്പും കൂടെ ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഈ വെജിറ്റബിൾസിനെയൊക്കെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസിനെയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോയാണ്, അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇതിനെല്ലാം പിന്നീട് പ്രിസർവ് ചെയ്യാനായിട്ട് വലിയൊരു കുപ്പി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ടൊമാറ്റോ ഇവിടെയുണ്ട്, മറ്റു വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം അരിയുന്നതനുസരിച്ച് ഇതിനകത്തേക്ക് ഇട്ടാൽ ആദ്യം ഞാൻ കുറച്ച് ചെറിയ ടൊമാറ്റോ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് സുക്കിനി ഇടാം. സുക്കിനി ഇതാണ്. അപ്പോൾ അതരിഞ്ഞിട്ട് ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് അത് ആദ്യം അരിഞ്ഞിടാം. ഞാൻ ആ കുക്കുംബർ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് ക്യാരറ്റ് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മുന്നിൽ ക്യാപ്സിക്കം ഇടാം. ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞിട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ബജി മുളകുണ്ട്, അതുകൂടെ നമുക്ക് അരിഞ്ഞിടാം. ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള ഞാൻ ഇന്ന് പോയി മേടിച്ചാണ്. ഇപ്പം പച്ചക്കറിക്കെല്ലാം ഭയങ്കര വിലയാണ്. എല്ലാത്തിൻ്റെയും വില 100 കവിഞ്ഞു. ചെറിയ മഴയൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബജി മുളകും കൂടെ അരിഞ്ഞിടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇടാം. പിന്നെ ഒരു കുക്കും. ഈ കുപ്പിയിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു. അതോടൊപ്പം തന്നെ 2 സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ നമ്മൾ ഷുഗറല്ല, നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതാണ് ഉപ്പ് ഞാൻ ഇട്ട് വെച്ചിരുന്നു. പിന്നെ വിനാഗിരി ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചുള്ളൂ. ഒരുപാട് ഒഴിച്ചാൽ അതിലെല്ലാം വിനാഗിരി കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് വിനാഗിരി വേണ്ട. അപ്പോൾ അത്രയും ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അടച്ചു വെക്കാം. നല്ലൊരു സീൽഡായിട്ടുള്ളൊരു കുപ്പിയുടെ അടപ്പ് വെച്ച് അടയ്ക്കണം. ഇനി ഇതിനെ നമുക്ക് ഒരു ഭാഗത്ത് കിച്ചൻ്റെ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കറിക്ക് വേണേൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇതായിട്ട് ഉപയോഗിക്കാം, സാലഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഓണിയനും ഇട്ടിട്ടുണ്ട്, അതുപോലെ റാഡിഷ് ഇട്ടിട്ടുണ്ട്. റാഡിഷ് അലർജി ഉള്ളവർ ഉപയോഗിക്കേണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് പ്രിസർവ് ചെയ്യുന്നത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് അപ്പോൾ അതാണ് നമ്മുടെ വെജിറ്റബിൾസ്. ഇത് ഏതായാലും എത്ര നാളെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊറോണയുടെ സമയത്ത് കുറേ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ പ്രിസർവ് ചെയ്തു. അതിനകത്ത് ബീട്രൂട്ട് ഒരുപാട് നാളിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബേബി കോൺ ഉണ്ടായിരുന്നു, അതുമൊക്കെ ഇരുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് കുറേയധികം വിനാഗിരി ഒഴിച്ചുകൊണ്ട് വിനാഗിരിയിൽ ഒരു കുളമ്പ് ബേബി കോണിൽ പിടിച്ചു. ബാക്കിയെല്ലാം കുറേ നാളിരുന്നു. പിന്നെ ക്യാരറ്റ് തന്നെ അധികം ഇരിക്കില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇപ്രാവശ്യം ടൊമാറ്റോയും കൂടെ ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ, കുക്കുംബർ, അതുപോലെ തന്നെ നമ്മുടെ ബജി മുളക് അല്ലെങ്കിൽ അലപ്പിനോ എന്ന് പറയും. പിന്നെ അങ്ങനെയുള്ള ക്യാരറ്റ്, അങ്ങനെ എല്ലാ ഒരുവിധപ്പെട്ട അത്യാവശ്യം വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തിളപ്പിച്ച് എടുത്ത് വെക്കാം. കുപ്പിയോടെ തിളപ്പിക്കണം. അങ്ങനെ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് ഇവിടെ തന്നെ വെക്കാം. ആവശ്യത്തിന് നമുക്ക് സാലഡായിട്ടോ അല്ലെങ്കിൽ കറിക്ക് വേണമെങ്കിൽ കറിക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രിസർവേറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വൈൻ ഇട്ടേക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ മാങ്ങ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അടച്ച് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു ഭരണിക്കകത്ത്. പിന്നെ നമ്മൾ നാരങ്ങയും മാങ്ങായും പിന്നെ നെല്ലിക്കായും ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴക്കാലത്തേക്ക്. ഈ ഒരു മെത്തേഡ് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളത് വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാർക്കാണ്. അവർക്ക് രാവിലെ എല്ലാം കഴുകി അരിഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ, ഒരാഴ്ചത്തേക്കുള്ളത് ചെയ്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് സാമ്പാറിനകത്ത് ഇടുകയോ അല്ലെങ്കിൽ കറിക്ക് ഉപയോഗിക്കുകയോ സ്റ്റൂവിന് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റായോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാത്തിനും ഇത് ഉപയോഗിക്കും. അരിഞ്ഞിട്ടൊരു ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വലിച്ചെടുത്തിരുന്നു. ഈ 2 ബോട്ടിലിലേക്കാക്കി നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം.
അപ്പോൾ ഞാനിതൊന്ന് ആക്കിയിട്ട് ഞാൻ ബീട്രൂട്ടൊക്കെ അരിഞ്ഞത് ഒരു 2-3 ബീട്രൂട്ടുണ്ട്, ഒരുവിധം മീഡിയം സൈസിലുള്ളത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിടാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ബീട്രൂട്ട് ഒരുപാട് നാൾ കിടക്കും, ഒരു 2-3 വർഷമൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബീട്രൂട്ട്. ഞാൻ കൊറോണയുടെ ടൈമിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് പിന്നെ 2-3 വർഷം ഇരുന്നു. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ വിനെഗറാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് 1 ടീസ്പൂൺ വിനെഗർ മതി. അതായത് നമ്മൾ എത്ര എടുക്കുന്നു അതിൻ്റെ 9% ആണ്. 1 ടേബിൾ സ്പൂൺ എടുക്കണം വിനെഗർ, 9% ആണ്. ഇത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചാറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിക്കും. ഏകദേശം അതിൻ്റെ ഉപ്പ് വരെ ഒഴിക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കാം. നമുക്ക് ഒന്ന് ഈ കുപ്പിയോട് കൂടി വെച്ചൊന്ന് തിളപ്പിച്ച് പാത്രത്തിൽ വെള്ളം നിറച്ച് തിളപ്പിച്ചെടുത്താലും നല്ലതാണ്. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, പക്ഷേ ബീട്രൂട്ടിന് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. സെയിം പ്രോസസ്സിലൂടെ നമ്മളിവിടെ കോവയ്ക്കയും ഇട്ടിട്ടുണ്ട്. കോവയ്ക്കയുടെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുളകും ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ബജി മുളകില്ലേ, അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് ഇങ്ങനെ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ബാക്കി സെയിം പ്രോസസ്സിലൂടെ നമ്മളിവിടെ കോവയ്ക്കയും ഇട്ടിട്ടുണ്ട്. കോവയ്ക്കയുടെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുളകും ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ബജി മുളകില്ലേ, അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് ഇങ്ങനെ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ബാക്കി ഫ്രണ്ട്സ്, നമ്മൾ പിക്കിൾ പോലെ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം, അതായത് നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്ല ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഒരു തുണി മുക്കി വെച്ചിട്ട്, ഒരു ടർക്കി ടവൽ എന്തെങ്കിലും മുക്കി വെച്ചിട്ട് ഈ ബോട്ടിൽസ് എല്ലാം അതിനകത്ത് ഒരു ഏകദേശം 20 to 30 മിനിറ്റ്സ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. എന്നാലാണ് ഇത് കേടുകൂടാതെ വർഷങ്ങളോളം ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും കറിക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് 2-3 കഷ്ണം എടുത്തിട്ടാൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. കാരണം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ട്, എരിവുണ്ട്, പിന്നെ വിനിഗറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതെല്ലാം എല്ലാം പിടിച്ചിരിക്കുന്നുണ്ട്. ആ കറിക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ആ സമയത്ത് അരിയാനോ ഒന്നും പോകണ്ട. കുറേശ്ശെ എടുത്ത് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണം ഇടാം, അല്ലെങ്കിൽ പാസ്തയ്ക്ക് ഇടാം, ഉപ്മാവിനിടാം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചാലുണ്ട്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകാനായിട്ടൊക്കെ ധൃതി പിടിച്ച് എല്ലാം വെജിറ്റബിൾസ് ഒന്നും അരിഞ്ഞ് സമയം കളയേണ്ട. അതിന് മുമ്പ് എല്ലാം ഓൾറെഡി അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഇത് കേടാവുകയില്ല. ഇത് നമുക്ക് കുപ്പിക്കകത്ത് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റാഡിഷ്, ക്യാരറ്റ്, കുക്കുംബറൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ബീട്രൂട്ടാണ്, വേറെണ്ണത്തിൽ കോവയ്ക്ക അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ബജി മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും, അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് നമ്മൾ ഇട്ടേക്കുന്നത് 1 സ്പൂൺ വിനിഗറും, അതുപോലെ തന്നെ 1-1.5 സ്പൂണോളം ഉപ്പുമാണ്. അപ്പോൾ എന്നിട്ട് അത് അടച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാ വെജിറ്റബിൾസും തക്കാളി ഉൾപ്പെടെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാം. ഇതാണ് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ഇത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചാൽ മതി. അതായത് കുറഞ്ഞ വിലയിൽ നമുക്ക് വെജിറ്റബിൾസ് കിട്ടുമ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാം അരിഞ്ഞ് ഇതുപോലെ ഉപ്പിലും വിനീഗറിലും ഒക്കെ ഇട്ട് വെച്ചിട്ട് അതൊന്നുകൂടെ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇത് കേടുകൂടാതെ ഇരിക്കുന്നത്. എത്ര വർഷം വേണേലും ഇരിക്കും. ഇതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈവൻ മീറ്റ് ഐറ്റംസും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഒക്കെ ഒരു അരമണിക്കൂറോളം സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് തുടച്ചെടുത്ത് കാറ്റ് കയറാതെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മുരിങ്ങയ്ക്കായും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ബോട്ടിലാക്കിയിട്ടുണ്ട്. അത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ ഒരു പാത്രത്തിൽ ടവൽ വെച്ചിട്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു അരമണിക്കൂറിലേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് വരാം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം നിറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ തിളപ്പിച്ചാൽ മതി. ഇതിനകത്ത് ഞാൻ നമ്മുടെ ബേബിക്കോണാണ് ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. ഞാൻ ഫ്രീസർ വെച്ചേക്കുമായിരുന്നു തിളപ്പിക്കാനുണ്ട്. അപ്പോൾ ഇത് അവിടെ വയ്ക്കട്ടെ. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ തിളപ്പിക്കണം. നമ്മൾ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ടൊമാറ്റോയൊക്കെ വെക്കാനുണ്ട്. കുപ്പികൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിവിടെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഓണിയൻ, സ്മോൾ ഓണിയൻ ഷാലറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ കുക്കിങ്ങിനകത്തേക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തൊക്കെ മാങ്ങയൊക്കെയാണ്. അപ്പം പെട്ടെന്ന് എല്ലാം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് നിങ്ങളെല്ലാവരും കാണിക്കുന്നത്. എസ്പെഷ്യലി ഇത് നമുക്ക് വർക്കിംഗ് വുമനും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂളിൽ അയക്കേണ്ടവർക്കൊക്കെ പറ്റുന്ന ഒരു ഉപാധിയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളച്ചൊരു അരമണിക്കൂറാകുമ്പോൾ നമുക്ക് എടുത്ത് തുടച്ച് കാട്ട് കയറാത്ത സ്ഥലത്ത് എടുത്ത് വെക്കാം. പ്രിസർവ് ചെയ്യാനായിട്ട് വെജിറ്റബിൾ പ്രിസർവ് ചെയ്യാനായിട്ട് ഇവിടെ പാവയ്ക്ക വെച്ചിട്ടുണ്ട്. ഇത് പാവയ്ക്കാണ്. ഇത് പടവലങ്ങ, പിന്നെ ഇത് നമ്മുടെ വെള്ളരിക്ക, പിന്നെ ഇത് ബോട്ടിൽ കാർഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗത പോലെ ഇരിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രിസർവ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇതിനകത്ത് ഒരു സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് പിന്നെ തിളപ്പിച്ചാറ് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചേക്കുന്നതാണ് വെജിറ്റബിൾ അറിഞ്ഞിട്ട്. അപ്പോൾ ഇത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമ്മൾ തിളപ്പിക്കണം. ഒരു പാത്രത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇറക്കി വെക്കാം. ഇതൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം, 1.5 അല്ലെ അരമണിക്കൂർ മതി. വെജിറ്റബിൾ ആയതുകൊണ്ട് മീറ്റൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറോളം തിളപ്പിക്കണം. അപ്പോൾ ഇത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അത് കഴിയുമ്പോൾ അടുത്തെടുത്ത് വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ ബോട്ടിൽ ചിക്കൻ വാങ്ങുന്നത്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. അപ്പം നല്ല അടപ്പുള്ളത് തന്നെ വാങ്ങണം. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസിനൊക്കെ കട്ട് ചെയ്ത് ഇടാനായിട്ട്. ഫ്രണ്ട്സ്, നമ്മുടെ വെജിറ്റബിൾസ് പ്രിസർവ് ചെയ്യാനായിട്ട് ഞാനെല്ലാം ബോട്ടിലാക്കിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഇത് ക്യാബേജാണ്. ഇവിടെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് പംകിനാണ്, മത്തങ്ങ. ഇത് ക്യാപ്സിക്കം. പിന്നെ ഇത് കുക്കുംബർ, ബ്രിഞ്ചോൾ, ബീട്രൂട്ടൊക്കെ നേരത്തെ ഇട്ടതാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് സോൾട്ട് ഇടുക. ഒരുപാട് ഇടണ്ട, അത്യാവശ്യത്തിന് മാത്രം. ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചതാണ് ഓൾറെഡി, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഏകദേശം 9% ഓഫ് വിനിഗറാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് ഒഴിച്ചാൽ എടുക്കാണ്. വിനിഗറിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇത് വിനിഗർ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കും. എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാണ് വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ നമുക്ക് ഇത് ഏകദേശം അടപ്പിൻ്റെ ഉടമ്പര ഉണ്ടാവണം. ഇതിൽ എയർ ബബിൾസ് ഉണ്ടാകാതെ നോക്കുക. ഞാനിത് മാക്സിമം ടൈറ്റാക്കിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എയർ ബബിൾസ് അധികം ഉണ്ടാവില്ല. ഇതിൽ കുറച്ചുകൂടെ ഒഴിക്കാനുണ്ട് നമുക്ക്. എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് മൂടി വെച്ച് അടയ്ക്കുക. അതിനുശേഷം നമ്മളിതിനെ സ്റ്റെറിലൈസ് ചെയ്യണം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ ഒരു തുണി ഇട്ടിട്ട് വേണം സ്റ്റെറിലൈസ് ചെയ്യാൻ.
അപ്പോൾ അങ്ങനെ നമ്മുടെ പിക്ലിങ് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ജോലിക്ക് പോകുകയാണെങ്കിലോ എസ്പെഷ്യലി വർക്കിംഗ് വിമൻ ആണെങ്കിൽ പെട്ടെന്ന് ഇതിനെ കുറച്ചെടുത്ത് തോരൻ വെക്കുകയോ അല്ലെങ്കിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുകയോ പിന്നെ പിസ്സ ഉണ്ടാക്കാനൊക്കെ ക്യാപ്സിക്കം നല്ലതാണ്. സാലഡായിട്ട് നമുക്ക് കുക്കുംബർ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ബ്രിഞ്ചാൾ പൊട്ടറ്റോ ഇട്ട് കറി വെക്കുകയോ അല്ലെങ്കിൽ സാമ്പാറിനകത്ത് ഇടുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഇതെല്ലാം ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പം തൊട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറിക്കൊക്കെ ഇതിൽ നിന്നാണ് ഞാൻ എടുത്തിടുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നൂഡിൽസിനിടും, അല്ലെങ്കിൽ പാസ്തയ്ക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. വിനിഗറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റോടൊക്കെ വരുമ്പോൾ അത് നല്ലതാണ്. സാമ്പാറിനിട്ടാൽ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ സാമ്പാറിനൊക്കെ പുളിയൊക്കെ ഉപയോഗിക്കുന്നില്ലേ. ഇത് നമ്മൾ കോവയ്ക്ക ഇട്ടേക്കുന്നതാണ്. ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും. അതിൻ്റെ ആക്ച്വൽ കളർ ആവില്ല. നേരത്തെ ഞാൻ ടൊമാറ്റോ ഒക്കെ ഇട്ട് വെച്ചിരുന്നതാണിത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും സൂക്ഷിക്കാം, ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അത് തീരുമ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ ഇട്ടാൽ മതി. പിന്നെ പ്രിസർവ് ചെയ്ത് കുറേ നാൾ വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് വെജിറ്റബിൾസ് പ്രിസർവ് ചെയ്യാനായിട്ട്. എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. ഇതുപോലെ മെറ്റലിൻ്റെ അടപ്പുള്ളതാണെങ്കിലാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ കുപ്പിയോടെ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ട്രൈ ചെയ്യൂ. ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ പല ദിവസമായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം ഓരോന്ന് കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഞാൻ വാങ്ങിയത്. ഞാനിവിടെ പാവയ്ക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ ബോട്ടിൽ ഗാർഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുപ്പി വരുന്നത്, കുപ്പി ഓർഡർ ചെയ്ത് അത് വരണം. നല്ല കുപ്പി, മെറ്റലടപ്പുള്ള കുപ്പി തന്നെ വേണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് കേടായി പോകും. അപ്പം എയർ ടൈറ്റ് കണ്ടെയ്നർ ആകണം, എയർ ബബിൾസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് തന്നെ എടുക്കണം. ഒരു തടി സ്പൂൺ കൊണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള തടി സ്പൂൺ കൊണ്ട് യൂസ്. ഫ്രണ്ട്സ്, നമ്മുടെ ക്ലീൻ ചെയ്ത വെജിറ്റബിൾസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ക്യാബേജ് വെച്ചതുണ്ട്, അതുപോലെ തന്നെ പാവയ്ക്കയുണ്ട്, ബീട്രൂട്ട്, മത്തങ്ങ, ക്യാപ്സിക്കം, പിന്നെ അതിൻ്റെ പുറകിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കുപ്പികളിൽ ഞാനെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ താഴെ വെച്ചിട്ടുണ്ട്, ഞാൻ പൊട്ടറ്റോ വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.